തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആൺസുഹൃത്ത് സുഗാന്ത് സുരേഷിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ആദ്യഘട്ട അന്വേഷണത്തിൽ പോലീസിന് പറ്റിയ പിഴവ് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന് മേഘയുടെ അച്ഛൻ ആരോപിക്കുന്നു. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട് സന്ദർശിച്ചു. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട ആൺ സുഹൃത്ത് സുഗാന്ത് സുരേഷിനായി അയാളുടെ ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നത്. മേഘയുമായി അവസാനം ഫോണിൽ സംസാരിച്ചത് സുഗാന്ത് ആണെന്നത് പോലീസ് കണ്ടെത്താൻ വൈകി. ഇത് സുഗാന്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നും കുടുംബം ആരോപിക്കുന്നു. ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രതിയെ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു. പോലീസ് അത് ചെയ്തിട്ടില്ല. അവർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ അവർ സ്വിച്ച് ഓഫ് ചെയ്തു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറി നിന്നു. പക്ഷേ വീണ്ടും ഇതുവരെ അവർക്കത് ആളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു വീഴ്ചയാണ്. സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത്. അത് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചിരുന്നു. മേഘയും സുഗാന്തും എറണാകുളത്തും ചെന്നൈയിലും യാത്ര ചെയ്തിട്ടുണ്ടെന്നും UPA വഴി നിരവധി തവണ മേഘ സുഗാന്തിന് പണം അയച്ചിട്ടുണ്ടെന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമായിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട്ടിൽ സന്ദർശനം നടത്തി കുടുംബവുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്നും അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തു. സെൻട്രൽ IBയുടെ ഒരു ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും വേണ്ട നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈയെടുക്കും. മേഘയുടെ ആൺ സുഹൃത്ത് സുഗാന്തിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഫോൺ ലൊക്കേഷൻ അടക്കം പരിശോധിച്ച് ഇയാളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.